ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയുടെ ടീസറിനെ കുറിച്ചാണ്. സോ ഈ ഒരു ടീസർ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. 5 മണിക്ക് ശേഷം റിലീസ് ആയിട്ടുണ്ട്. സോ സത്യനന്ദിക്കാടിൻ്റെ ഒപ്പം നമ്മുടെ ലാലേട്ടൻ ഒന്നിക്കുന്നതാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അത്യാവശ്യം സീരിയസ് ആൻഡ് മാസീവ് റോളുകൾക്ക് ശേഷം കുറച്ച് ഒരു ലൂസായിട്ടുള്ള ഒരു കോമഡി പരിപാടികളിലേക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രാമയിലേക്ക് ലാലേട്ടൻ വരുന്നതാണ്. സോ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം ഓണത്തിന്റെ റിലീസ് സമയത്ത് നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു സിനിമ ആവശ്യമാണ്. ബാക്കി അതർ ആക്ടേഴ്സിന്റെ കുറെ ത്രില്ലറുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയുന്ന ആ ഒരു ജേണറിലേക്ക് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ വരുമ്പോൾ എങ്ങാനും പോസിറ്റീവ് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും പറയണ്ടല്ലോ, ഫാമിലി ഓഡിയൻസ് കത്തി കയറും ആ തിയേറ്ററിനകത്തേക്ക്. സോ എന്തായാലും അത്തരത്തിലൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ്. അതിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ പ്രസന്റേഷൻ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. 1 മിനിറ്റ് 6 സെക്കൻഡിന്റെ ടീസറാണ് അവർ ഇറക്കിയിട്ടുള്ളത്. മാളവിക മോഹൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സംഗീത് പ്രതാപ് ഉണ്ട്. സംഗീത് പ്രതാപ് എനിക്ക് തോന്നുന്നു ശ്രീനിവാസനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ എവിടേക്കൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. സോ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ടീസറിനകത്ത് നമുക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. കല്യാൺ ഷെർവാദ്. I know Malayalam film industry, very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff I'm doing just for her. But I love Fafa, man. Fafa? Fahad Fasil. Oh. Avisham, Kungalungi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No, only Fafa. Only Fafa? Yes. സംഗീത്, മാളവിക, ലാലു അലക്സ്, സിദ്ദിഖ്, അനൂപ് സത്യനൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അനൂപ് സത്യനുണ്ട്, അഖിൽ സത്യനൊക്കെ എന്തൊക്കെയൊക്കെയോ അടിയിൽ എഴുതി കാണുന്നുണ്ട്, ക്ലിയർ ആവണില്ല. സോ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റഫായിട്ടാണ് പേഴ്സണലി തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളുടെ ആ ഒരു ക്യാമറ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയേക്കാൾ ഇപ്പോഴത്തെ, അതായത് പുതിയ കണ്ടീഷനിലേക്ക് മൂപ്പരുടെ സിനിമകളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് മേക്കിംഗ് സ്റ്റൈലാണ് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ അതിൻ്റെ അടിയിൽ ലാസ്റ്റ് മറ്റേതൊക്കെ എഴുതി പേരുകളൊക്കെ എഴുതി കാണിക്കുന്നതിൻ്റെ അടിയിൽ അനൂപ് സത്തിൻ്റെയും അഖിൽ സത്തിൻ്റെ ഒക്കെ പേരുകൾ എഴുതി കണ്ടു. സോ എന്തായാലും അവരുടെ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെ മേക്കിങ്ങിനകത്ത് ഇതിലുണ്ടായേക്കാം. എന്താണ് ഇവരുടെ റോൾ എന്നുള്ളത് ഞാൻ അതിൽ ശരിക്കും വായിക്കാൻ പറ്റിയില്ല. സോ എന്തായാലും അവരുടെയും എന്തെങ്കിലും ഇൻപുട്സൊക്കെ കാര്യങ്ങളുണ്ടാവും. സോ അതുകൊണ്ട് മേക്കിംഗ് ക്വാളിറ്റി എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഓരോ ഫ്രെയിമുകളും നിങ്ങൾക്ക് നല്ല രീതിക്ക് വിഷ്വലി എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ടീസർ 1 മിനിറ്റ് 6 സെക്കൻഡേ ഉള്ളൂ. ഇതിനകത്ത് ആകെ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഫഫയായിട്ടുള്ള ആ ഒരു സംഭവം പറയുന്നതാണ്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ ആ ഒരു ഈഗോ ഹെർട്ട് ആവുന്നതും, അതായത് ഒരു നോർമൽ ഓഡിയനെ സംബന്ധിച്ചിട്ട് ബിഗ് എമ്മസിനെ സ്നേഹിക്കുന്നവർക്ക് അത്, അല്ലെങ്കിൽ ആ ഒരു ബിഗ് എമ്മസിന്റെ ഒപ്പം നിൽക്കുന്ന സുരേഷ് ഗോപി, ദിലീപ് ഇവരൊക്കെ വിട്ടിട്ട് ഫഫ എന്ന് പറയുമ്പോൾ കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാർക്കൊക്കെ ഉണ്ടായേക്കാവുന്ന ഒരു മാനസികാവസ്ഥ വളരെ അടിപൊളിയായിട്ട് മോഹൻലാലിന് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ എന്തായാലും അത് നല്ലൊരു രസമായിട്ട്, അത് മോഹൻലാൽ തന്നെ അത് കാണിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ് മൊമെന്റ് ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ട് എനിക്ക് വർക്കായി. ബാക്കി ഡയലോഗുകളും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ടീസറിനകത്ത്. സംഗീതമായിട്ടുള്ള കോമ്പിനേഷൻസ് കാണിക്കുന്നുണ്ട്, സിദ്ദിഖായിട്ടുള്ളത് കാണിക്കുന്നുണ്ട്, അതുപോലെ മാളവികയായിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ആക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു ടീമിനകത്ത് കിട്ടിയിട്ടുണ്ട്. സത്യനന്ദിക്കാടിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ അറിയാലോ, എല്ലാ ക്യാരക്ടേഴ്സും നമുക്കിടയിൽ എവിടെയൊക്കെയോ ഉള്ളത് പോലത്തെ ഒരു ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ്. സോ അത്തരത്തിലുള്ള ആക്ടേഴ്സിനെ തന്നെ അദ്ദേഹത്തിന് ചൂസ് ചെയ്യാനും പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. സോ ആ ഒരു സിനിമ എത്തരത്തിലുള്ളതായിരിക്കും എന്നറിയാൻ ഞാൻ വളരെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫാമിലി ഡ്രാമ, അത് മോഹൻലാലിന്റെ ഒരു സിനിമയൊക്കെ അത്യാവശ്യം പോസിറ്റീവിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഫെസ്റ്റിവൽ സീസണിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വൻ പോക്ക് തന്നെ പോകാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ബാക്കി നമ്മുടെ സീനിയർ ആക്ടേഴ്സിന്റെ ഒരുപാട് സിനിമകൾ ഓണം അതിനോടനുബന്ധിച്ച് റിലീസ് ആവുന്നുണ്ട്. സോ അവരുടെയൊക്കെ ഒരുവിധം ഒക്കെ ത്രില്ലർ പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയുന്ന രീതിക്ക് ഒരു സിനിമ ലാലേട്ടനെ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ദിലീപിന്റെ ബബ്ബ ഇറങ്ങാനുണ്ട്,
വേറെ ഏതൊക്കെയോ പടങ്ങൾ റിലീസ് ആവാനുണ്ട്. അതൊക്കെ ഒരു ത്രില്ലർ മൂഡിൽ പോകുന്നത്. അതിലും ലാലേട്ടന്റെ ഒരു കെമിയോ റോൾ ഉണ്ട്. സോ എന്തായാലും ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്ത് ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നല്ല രസമായിട്ടുണ്ട്. ആ ഒരു പാട്ട് ഒരു കോമഡി സ്റ്റൈലിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ നല്ല മോഹൻലാലിന്റെ ആ ഒരു കയ്യിൽ നിന്നിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ആ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ അതെനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ടീസർ കട്ട്സ് നന്നായിട്ടുണ്ട്. വേറെ അധികം ഒന്നും റിവീൽ ചെയ്യുന്നില്ല ഈ ഒരു അവര് എന്താണ് ക്യാരക്ടേഴ്സെന്നോ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ എന്താണെന്നോ അങ്ങനെയൊന്നും റിവീൽ ചെയ്യുന്നൊന്നുമില്ല. എന്താണ് സിറ്റുവേഷൻസ് ഒന്നും റിവീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താണ് അവരുടെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി, എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് അവരത് വൈൻഡപ്പ് ചെയ്തു. സോ നല്ലൊരു പരിപാടിയായിരുന്നു. വേറൊരു എത്തും പിടിയും തരാത്ത രീതിക്ക് അങ്ങനെ തന്നെയാണ് ടീസർ ഇറക്കേണ്ടത്. ഇപ്പോൾ പലരും ടീസർ എന്നൊക്കെ പറഞ്ഞിട്ട് 1.5 മിനിറ്റും 2 മിനിറ്റിൻ്റെ ഒക്കെ ടീസറും ഇതൊക്കെ ഇറക്കി വിട്ടിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ പലതുമാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, പക്ഷെ ഇത് നല്ല രസമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.